നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നെ തൊട്ടതെല്ലാം പാളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സർക്കാരും CPM-ഉം വളരെ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർവേ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് ഈ സർവേ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ ബജറ്റിൽ ഇതിന് ഒരു വിഹിതം വെച്ചിട്ടില്ല, ഒപ്പം തന്നെ ധനകാര്യ വകുപ്പിന്റെ അനുമതി തേടിയിട്ടില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സർവേ ഇപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ നവകേരള സർവേ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2024 മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് വടക്ക് നിന്നും തെക്കോട്ട് നവകേരള ബസ്സിൽ നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു ധൂർത്ത് സംഘടിപ്പിച്ചത്. ആ ബസ്സിന് തന്നെ കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ബസ്സിനകത്ത് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാം ചേർന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന ഇറങ്ങിത്തിരിച്ച ഒരു യാത്രയായിരുന്നു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായിട്ട് നമുക്ക് അറിവില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് നവകേരള സർവേ എന്ന ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിച്ചത്. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ സർവേയുടെ ചുമതല ചീഫ് സെക്രട്ടറിക്കാണ് നൽകിയിരുന്നത്. ആ സർവേക്കായിട്ട് ഒരു പോർട്ടൽ സംഘടിപ്പിക്കാൻ ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 80 ലക്ഷം കുടുംബങ്ങളിൽ കയറി, ആ വീടുകളിൽ കയറി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കണം, അവരുടെ അഭിപ്രായങ്ങൾ തേടണം എന്നതാണ് സർവേയിൽ പറയുന്നത്. അതിനായിട്ട് വോളണ്ടിയർമാരെയും നിയമിക്കാനായിട്ട് ഉള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങുന്നതിന് ഏതാണ്ട് 1 മാസം മുൻപ് സെപ്റ്റംബറിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന സമിതി യോഗം ചേർന്നതിന് ശേഷമാണ് ഒരു സർക്കുലർ ഇറക്കിയത്. ആ സർക്കുലറിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായത്, കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൾസ് അറിയണം, ജനങ്ങളുടെ അഭിപ്രായം അറിയണം, അതിനു വേണ്ടിയിട്ട് ഒരു സംവിധാനം തയ്യാറാക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പറയുന്നത് പോലെ സർക്കാർ ഇത്തരത്തിലൊരു നവകേരള സർവേ എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തരവിറക്കുന്നത്. ഇതിനെതിരെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, സർക്കാരിന്റെ ചെലവിൽ CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ സർവേയാണിത് എന്ന വിമർശനമാണ് കോൺഗ്രസും UDF-ഉം എല്ലാം തുടക്കം മുതൽ ഉന്നയിച്ചത്. ആ സർവേക്കെതിരെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഈ കോടതിയെ സമീപിക്കുകയായിരുന്നു. അവരുടെ ഹർജികളിലാണ് ഇപ്പോൾ ഈ സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ CPM-ന്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായം അറിയുക, അതായത് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ, അവയെല്ലാം തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ അറിയുക, അങ്ങനെ ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അധികമായിട്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പാർട്ടിക്ക് ആ രീതിയിൽ മുന്നോട്ട് തെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ലക്ഷ്യമിട്ടത്. അതുമാത്രവുമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ ഈ പറയുന്ന പോർട്ടലിന്റെ ആ ഒരു പോർട്ടൽ തയ്യാറാക്കിയതിനു ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, നമ്മുടെ പ്രവർത്തകരെല്ലാം ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ്. അതായത് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്, ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന്റെ വോളണ്ടിയർമാരായിട്ട് പ്രവർത്തിക്കാൻ കഴിയൂ, സർവേയുടെ വോളണ്ടിയർമാരായിട്ട് പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെയാണ് വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് വോളണ്ടിയർമാരായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, ഈ പോർട്ടലിൽ നമ്മളുടെ പ്രവർത്തകരെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നിരവധി SFIയുടെയും DYFIയുടെയും ഒക്കെ തന്നെ പ്രവർത്തകരാണ് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അവരെയാണ് ഈ സർവേയുടെ വോളണ്ടിയർമാരായിട്ട് നിയോഗിച്ചത്. ജനുവരി 1 അത് തുടങ്ങുകയും ചെയ്തത്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ ഈ പറയുന്ന വോളണ്ടിയർമാര് വീടുകൾ തോറും കയറിയിറങ്ങി, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗുണകരമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്, ഒപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വോളണ്ടിയർമാർ ചോദിക്കുന്നത്. ആ വിവരങ്ങൾ അവർ ശേഖരിച്ച് രേഖപ്പെടുത്തിയത് പോർട്ടലിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഇത് സർക്കാരിന്റെ ചെലവിൽ ഈ പറയുന്ന പോലെ CPM-ന്റെ ഒരു പരിപാടിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 20 കോടി രൂപയാണ് സർക്കാർ ഈ ഒരു നവകേരള സർവേക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചത്. ഈ കാശ് സാധാരണ ജനങ്ങളുടെ കാശാണ്, നികുതി പണത്തിൽ നിന്നുമുള്ള കാശാണ്. ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് CPM തങ്ങളുടെ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ഉള്ള ഒരു നീക്കമാണ് നടത്തിയത്. അതിനെതിരെയാണ് KSUവിന്റെ നേതാക്കൾ കോടതിയെ സമീപിച്ചത്. ആ ഹർജിയില് അനുവദിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഉണ്ടായത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്
ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് സംശയമില്ല. കാരണം ഇതൊരു നിയമവിരുദ്ധമാണ്, ഈ സർവേ നിയമവിരുദ്ധമാണ് എന്ന KSUവിന്റെ നേതാക്കളുടെ വാദം കോടതി അംഗീകരിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ആ സർവേ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അവരുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അവർ ഈ നവകേരള സർവേയെ കണ്ടത്. അങ്ങനെയാണ് അവര് ഈ പറയുന്ന പോലെ ഒരു സർവേ നടത്തണം എന്നൊരു തീരുമാനം സെപ്റ്റംബർ മാസത്തിലെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം ഉയർന്നതും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും അത് പിന്നീട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നവകേരള സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കുകയാണ്. അതായത് CPM-ന്റെ പരിപാടി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെലവിൽ ഒരു ഉത്തരവിറക്കുന്നു, അതിനുള്ളൊരു സംവിധാനം തയ്യാറാക്കുന്നു. ആ നീക്കങ്ങളാണ് ഇപ്പോൾ കോടതി കൈയോടെ പിടിച്ച് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നിരവധി വിഷയങ്ങളിൽ ഇങ്ങനെ സർക്കാരിന്റെ പണം എടുത്ത് ധൂർത്തടിച്ചുകൊണ്ട് കളയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ചതിന്റെ കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന പോലെ ഈ നവകേരള സർവേയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് പാതി വഴിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനും ഇതിനോടകം തന്നെ കോടികൾ ചിലവായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ UDF-ന്റെ ആ നിലപാട്, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, സർക്കാരിന്റെ ചെലവിൽ CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമാണ് ഇത് എന്ന UDF-ന്റെ കോൺഗ്രസിന്റെ ആരോപണം അത് ശരിവെക്കുകയാണ് ഹൈക്കോടതി ഇന്നത്തെ വിധിയിലൂടെ ചെയ്തിരിക്കുന്നത് എന്നതിൽ സംശയമില്ല.